Hi everybody, this is me, Casac Benjali. നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിൽ ഈ ലോക്ക്ഡൗൺ മൂലം നിങ്ങളുടെ ബിസിനസ്സിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിലൂടെ നമ്മുടെ ബിസിനസ്സിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമ്പർ 1 ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബിസിനസ്സിന് എപ്പോഴാണ് ക്രൈസിസ് വരുന്നത്? ക്യാഷ് ഫ്ലോ ക്രൈസിസ് നേരിടുമ്പോൾ തന്നെയാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഡെപ്റ്റ് റിക്കവറിയാണ്. നമുക്ക് കിട്ടാനുള്ള പണം ഏതൊക്കെ രീതിയിൽ, എങ്ങനെയൊക്കെ രീതിയിൽ കൈപ്പറ്റാൻ പറ്റും, തിരിച്ച് റീകളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. എത്രമാത്രം ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുമോ സപ്ലൈസിന്റെ കയ്യിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലൂടെ അത് കൈപ്പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്പർ 2, നിങ്ങൾ വലിയൊരു വോളിയം ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ക്രെഡിറ്റിൽ കൊടുത്തേ പറ്റൂ. ക്രെഡിറ്റ് ആണ് നമ്മുടെ ബിസിനസിന്റെ ഒരു ജീവനാഡിയെങ്കിൽ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രെഡിറ്റിന് കൊടുക്കേണ്ട സമയമല്ല. ക്രെഡിറ്റ് ലൈൻ ബിസിനസ് മാറ്റി വെച്ചിട്ട് ക്യാഷ് ലൈൻ ബിസിനസ്സിലേക്ക് മാറ്റുക. കാരണം നിങ്ങൾക്ക് വലിയൊരു മാർജിൻ നഷ്ടം അവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് ലൈനിലേക്ക് മാറണം. കാരണം ടുമോറോ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നാളെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടോ നിങ്ങൾ കൊടുക്കുന്ന കസ്റ്റമർ സസ്റ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇതിൽ സർവൈവ് ചെയ്യുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. വലിയൊരു ഹ്യൂജ് എമൗണ്ട് വോളിയം നിങ്ങൾ ക്രെഡിറ്റിന് കൊടുക്കുകയും കസ്റ്റമർക്ക് അത് ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നിങ്ങൾ സപ്ലയർ ഒക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള കസ്റ്റമർ ആണെങ്കിലും അയാളുടെ പേയിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അതോടെ എടുത്ത് എറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് ലൈനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ക്യാഷ് ലൈനിലേക്ക് മാറുക. ഒരു മാർജിൻ കട്ട് ഉണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ക്യാഷ് ലൈനിലേക്ക് മാറുക എന്നതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ സെലക്ഷൻ ആണ്. എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് റെലവെന്റ് ആയിട്ടുള്ള, നല്ല കപ്പാസിറ്റി ഉള്ള, നല്ല ഇന്റൻഷൻ ഉള്ള, നല്ല പേയ്മെന്റ് ഹാബിറ്റ് ഉള്ള, കൾച്ചർ ഉള്ള, പേയിങ് കപ്പാസിറ്റി ഉള്ള ആളുകളെ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ നിലനിർത്താൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുകയും റിട്ടേൺ പോളിസിയും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുന്നൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കസ്റ്റമറെ ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ ഒരു സപ്ലൈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുക. ക്യാഷ് ഫ്ലോ എപ്പോഴും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. ക്യാഷ് ഫ്ലോ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്നുള്ളത് എപ്പോഴും ഓർത്തുകൊണ്ട് വേണം കസ്റ്റമറെ സെലക്ട് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലീൻ ഇൻവെന്ററി ആണ്. മിനിമൽ സ്റ്റോക്കിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹ്യൂജ് വോള്യം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് നിങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരിക്കലും തന്നെ അഡ്വൈസബിൾ അല്ല. മിനിമൽ ക്വാണ്ടിറ്റി ഇൻവെന്ററി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ സമയത്ത്. കാരണം ഈ ലോക്ക്ഡൗൺ എത്ര മാസത്തേക്ക് നീണ്ടുപോകുമെന്ന് അറിയില്ല, മാർക്കറ്റ് സിനാരിയോ എന്തായിരിക്കും എന്നറിയില്ല. ഈവൻ നിങ്ങൾക്കൊരു മാർജിനൽ ബെനിഫിറ്റ് ഒരു ഹ്യൂജ് വോള്യം ബൾക്ക് പർച്ചേസിലൂടെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുമെങ്കിൽ പോലും അത് ഒരു പക്ഷേ വലിയൊരു അപകടത്തിലേക്കും എത്താൻ സാധ്യതയുണ്ട്. കാരണം ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷണറി മെത്തേഡ് എടുക്കുക. മാത്രമല്ല നിങ്ങളുടെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഇൻവെന്ററിയിൽ ഡംപായി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ ക്രൈസിസ് നേരിടേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ലീൻ ഇൻവെന്ററി പ്രാക്ടീസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇൻ കേസ് നിങ്ങൾ FMCGയിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലോ നെസസിറ്റിയിലോ ആണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് ഇൻവെന്ററി കീപ്പ് ചെയ്യാവുന്നതാണ്. അതിൽ വലിയ രീതിയിലുള്ള ക്രൈസിസ് ഒന്നും വരാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും FMCGയിലാണെങ്കിലും ഫാർമസ്യൂട്ടിക്കലാണെങ്കിലും ഒരു ബേസിക് നെസസിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സ്റ്റോക്ക് ഒരു പരിധി വരെയൊക്കെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ആ ഒരു സെഗ്മെന്റ് ആണെങ്കിൽ അത്യാവശ്യം മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റിലും മിനിമം സ്റ്റോക്ക് പ്രാക്ടീസ് കൊണ്ടുവരിക. ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോസ്റ്റ് കട്ടിംഗ് ആണ്. നമ്പർ 2, കട്ട് യുവർ കോസ്റ്റ്. ആവശ്യമില്ല എന്ന് തോന്നുന്ന, നിങ്ങളുടെ ഓപ്പറേഷണൽ നെസസിറ്റിക്ക് ആവശ്യമില്ലാത്ത എല്ലാ എക്സ്പെൻസുകളും കട്ട് ചെയ്യേണ്ട സമയമാണ്. ഞാൻ നിങ്ങളുടെ സ്റ്റാഫിന്റെ സാലറി പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണമെന്ന് പറയില്ല, പക്ഷേ ആവശ്യമനുസരിച്ചിട്ട് റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റുകളും വലിയ രീതിയിലുള്ള പെർക്സുകളും ഒക്കെ കൊടുക്കുന്നൊരു സമയമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക. കാരണം നിങ്ങളുടെ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റീസ്ട്രക്ചർ ചെയ്യൽ അഡ്വൈസബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം അവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാലറിയിലേക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക. അതുപോലെ തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റ് ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കട്ട് ചെയ്യണം. ദിസ് ഇസ് നോട്ട് ദ ലക്ഷൂറിയസ് ടൈം. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു മിനിമൽ ലീൻ
പ്രാക്ടീസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പോകുക. മിനിമം ലെവലിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുവരിക. ആവശ്യമില്ലാത്ത എല്ലാം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ട്രാവൽ, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലും അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് ട്രാവലിംഗ്, അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്കിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ലക്ഷറിയസ് പ്രാക്ടീസ് സ്റ്റാഫ് ബെനിഫിറ്റിലും അക്കോമഡേഷനിലും മറ്റുമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചിട്ട് മിനിമൽ ഓപ്പറേഷണൽ മെയിൻ്റനൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള കോസ്റ്റ് കട്ടിങ്ങിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഈ ഒരു പ്രതിസന്ധിയിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്, ചൂസ് ടെക്നോളജി. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. ആളുകളെല്ലാവരും വർക്ക് അറ്റ് ഹോം ആണ്, അതുപോലെ തന്നെ റിമോട്ട് മീറ്റിങ്ങുകളാണ്, റിമോട്ട് സ്ട്രാറ്റജിയാണ്. നമ്മുടെ ഒരു ഫിസിക്കൽ ഓഫീസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചറിനകത്ത് ഒരു പ്രൊഡക്ഷൻ ലൈനിലല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വളരെ വലിയ നെസസിറ്റി മാനുഫാക്ചറിങ്ങിലല്ലെങ്കിൽ, ഓപ്പറേഷണൽ ആൻഡ് സർവീസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് വീടിനകത്ത് പോലും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റിയ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളൊരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് വീടിനകത്ത് വർക്ക് ഫ്രം ഹോം ഒക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. ആ രീതിയിലേക്ക് റിമോട്ടായിട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന, ഓട്ടോമേഷൻ കൂട്ടാൻ പറ്റുന്ന, റിമോട്ടായിട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ എവിടെ ഇരുന്നുകൊണ്ടും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടും എങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴും മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതും കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള ടെക്നോളജിക്കൽ അപ്ഡേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ERP സിസ്റ്റം എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ മീറ്റിങ്ങുകളും എല്ലാം നടത്താൻ പറ്റുമെന്ന രീതിയിലേക്ക് ഒരു ടെക്നോളജി ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുവരിക. അതിലൂടെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ് അഡ്വാൻസ്മെന്റിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. നമ്പർ 4, ക്രിയേറ്റ് ലോക്കൽ സപ്ലൈ ചെയിൻ. ഈ ഒരു പ്രതിസന്ധി നേരിട്ട സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലാണ്. കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ആദ്യം സ്റ്റക്ക് ആയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെസസിറ്റി, പ്രൊഡക്ഷൻ യൂണിറ്റ്, മാനുഫാക്ചറിങ്, റോ മെറ്റീരിയൽസ് ഇതെല്ലാം സ്റ്റക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ഒരു മാർജിനൽ ബെനിഫിറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ലോക്കൽ സപ്ലൈസിന് നമ്മൾ വേണ്ടത്ര കണ്ടെത്തിയിരുന്നില്ല. കാരണം നമുക്ക് അതിലൂടെ ഒരു മാർജിനൽ ബെനിഫിറ്റ് പലപ്പോഴും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുള്ള മറ്റു സ്റ്റേറ്റിലോ മറ്റു രാജ്യത്തോ ഉള്ള സപ്ലൈസ് അല്ലെങ്കിൽ മറ്റു ദൂരപ്രദേശത്തുള്ള സപ്ലൈസിന്റെ അടുത്ത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി മാർജിനൽ ബെനിഫിറ്റോടുകൂടി കിട്ടുമെങ്കിൽ പോലും ഏതൊരു സമയത്തും ഒരു ബാക്കപ്പ് സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മളുടെ സപ്ലൈ ചെയിൻ ഒന്ന് റീ അറേഞ്ച് വെക്കുകയും മാക്സിമം ലോക്കൽ സോഴ്സിംഗിലേക്ക് നമ്മളുടെ ഡാറ്റ ബാങ്ക് റെഡിയാക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോക്ക്ഡൌൺ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈൻഡ് യുവർ ലോക്കൽ സപ്ലൈ ചെയിൻ, ഫൈൻഡ് യുവർ ലോക്കൽ സപ്ലൈസ് ആൻഡ് ക്രിയേറ്റ് ലോക്കൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. റീഅറേഞ്ച് ഓർ റീഡിസൈൻ യുവർ എക്സിസ്റ്റിംഗ് സപ്ലൈ ചെയിൻ ആൻഡ് നോ യുവർ ഓൾ സപ്ലൈസ്. നിങ്ങൾക്ക് ഏതൊക്കെ ലെയറിലുള്ള സപ്ലൈസ് ഉണ്ട്, ഫസ്റ്റ് ലെയർ സപ്ലൈസ്, സെക്കൻഡ് ലെയർ സപ്ലൈസ്, അല്ലെ തേർഡ് ലെയർ സപ്ലൈസ്, നിങ്ങളുടെ എല്ലാ ലെയർ സപ്ലൈസും എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ബെനിഫിറ്റ്, അതുപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി, അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കുക. എവിടേക്കാണ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽ ആണെങ്കിലും മിനിമം നെസസിറ്റീസ് ആണെങ്കിലും ബിസിനസ് റൺ ചെയ്യാനുള്ള, ബിസിനസ് സർവൈവ് ചെയ്യാനുള്ള മിനിമം സാധനങ്ങളെ എങ്ങനെ സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക. റീഡിസൈൻ ആൻഡ് റീസ്ട്രക്ചർ യുവർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്പർ 5, മൈൻഡ് യുവർ കസ്റ്റമർ. ഈ ഒരു സമയം പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒഴിവാക്കാൻ പറ്റില്ല. കസ്റ്റമറെ റിട്ടൈൻ ചെയ്യണം. കസ്റ്റമറെ മൈൻഡ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, കസ്റ്റമർ റിട്ടൻഷനാണ്. നിലവിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് റിട്ടൻഷൻ ചെയ്യാം, ഒരു പ്രതിസന്ധിയിൽ കസ്റ്റമർക്ക് മാക്സിമം ഫേവറബിൾ ആകുന്ന രൂപത്തിൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാം, എങ്ങനെ അവരിലേക്ക് ഡെലിവറി ചെയ്യാം, ഏതൊക്കെ ടെക്നോളജി ഉപയോഗിക്കാം എന്നെല്ലാം പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നത് തന്നെയാണ്. വീട്ടിൽ നിന്ന് കസ്റ്റമർ പുറത്തിറങ്ങി ഇനി അത് ഒരു വലിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് കൾച്ചർ കുറച്ച് കാലത്തേക്കെങ്കിലും ഉണ്ടാകില്ല. അപ്പോൾ ഏത് രീതിയിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും, കസ്റ്റമർ ഫ്രണ്ട്ലി ബിഹേവിയർ നിങ്ങളുടെ എൻറ്റയർ സിസ്റ്റം, നിങ്ങളുടെ സ്റ്റാഫിനെയും റെഡിയാക്കിയിട്ട് ആ ഒരു കൾച്ചർ ആക്കിയിട്ട് മാറ്റുക. രണ്ടാമത്തത്, മാക്സിമം കസ്റ്റമർക്കും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡോപ്ഷൻ ആണ്. വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ കസ്റ്റമറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓർഡർ ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വളരെ പെട്ടെന്ന് മാറുക. അതുപോലെ തന്നെ ഹോം ഡെലിവറി അടക്കമുള്ള സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ കൂടെയുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജിനപ്പുറത്ത് വെളിപ്പാടകലെ ഏത് സമയത്തും കൂടെയുണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തത് കസ്റ്റമർ അക്വിസിഷൻ ആണ്. കസ്റ്റമർ അക്വിസിഷൻ ഈ ഒരു സമയത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഒരു നോർമൽ എക്കോണമിയിൽ ചെയ്ത പോലുള്ള വലിയ രീതിയിലുള്ള ഒരു മാസ് ക്യാമ്പയിനിങ്ങോ മാസ് അഡ്വർടൈസ്മെന്റ്
അഡ്വർടൈസ്മെന്റിനോ വേണ്ടിയിട്ടുള്ള ഒരു സമയമല്ല ഈ സമയം എന്ന് പറയുന്നത്. ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ടാർഗറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഒരു മിനിമൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും നന്നായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം ഒരു വലിയ രീതിയിലുള്ളൊരു മണി, ഒരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് നമുക്ക് കസ്റ്റമർ അക്വിസിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ടിൻ്റെയോ കൺസൾട്ടൻറ്റിൻ്റെയോ സപ്പോർട്ട് നിങ്ങൾക്ക് തേടാം. അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേണ്ട ബയ്യിങ് ഹാബിറ്റുള്ള, ബയ്യിങ് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമറിലേക്ക് മാത്രം എങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പോകാൻ പറ്റും. അവരറിയണം മാർക്കറ്റിംഗ് തീരെ നിർത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യുന്നുവെന്നോ നിങ്ങൾ എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. ഒരു മിനിമം ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്പർ 6 ക്ലിയർ ഡിഫറൻസിയേഷൻ ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമർക്ക് വ്യത്യസ്തമായൊരു സർവീസ് അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കൊടുക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്? നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ് എന്താണ്? നിങ്ങളുടെ സർവീസ് ക്വാളിറ്റി എന്താണ്? നിങ്ങളുടെ ഫെസിലിറ്റി എന്താണ്? നിങ്ങളുടെ പ്രോഡക്റ്റ് ബ്രാൻഡ് എന്താണ്? ഇതെല്ലാം കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ കോമ്പറ്റീറ്റേഴ്സിനും അപ്പുറത്ത് നിങ്ങളുടെ ഡിഫറൻസിയേഷൻ എന്താണ്? ഇത് മാർക്കറ്റിങ്ങിലൂടെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റിംഗ് അവൈലബിൾ ആണ് അത് മിനിമം ആയിട്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. നമ്പർ 6 ക്ലിയർ ഡിഫറൻസിയേഷൻ. നമ്പർ 7 കോമ്പറ്റീഷൻ ആണ്. പ്രതിസന്ധി വരും, തടസ്സങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. എല്ലാ പ്രതിസന്ധിയും നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ എല്ലാ പ്രതിസന്ധിയിലും ഒരവസരമുണ്ട്. ലോകത്തിലെ വലിയ ബിസിനസ്സുകാർ, ലോകത്തിലെ വലിയ ഓൺട്രപ്രനേഴ്സ് എല്ലാം അവരുടെ സാമ്രാജ്യങ്ങൾ വലിയ രീതിയിലേക്ക് വളർത്തി വലുതാക്കിയത് വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കമ്പനിയുമായിട്ടോ കോമ്പീറ്റ് ചെയ്യാനല്ല നിങ്ങൾ തയ്യാറാവേണ്ടത്. നിങ്ങളുടെ കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടുക, നിങ്ങളുടെ കമ്പനിയുടെ സെയിൽ കൂട്ടുക, നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക, നിങ്ങളുടെ കമ്പനിയുടെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോം ചെയ്യുക, നിങ്ങളുടെ സ്റ്റാഫിന്റെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കുക, നിങ്ങളെന്ന് പറയുന്ന ഓൺട്രപ്രനറുടെ മൈൻഡ് സെറ്റ് വർദ്ധിപ്പിക്കുക, സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുക, സ്റ്റാഫിന്റെ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുക. നിങ്ങൾ എന്ന് പറയുന്ന സ്ഥാപനവും നിങ്ങളെന്ന് പറയുന്ന ഓൺട്രപ്രനറും ഏത് പ്രതിസന്ധി നേരിടാൻ കഴിയുന്ന, എന്തിനേയും ചാലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ പ്രതിസന്ധിയിൽ ഏറ്റവും മികച്ച ബെനിഫിറ്റുകൾ കൊയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ചിന് കോമ്പറ്റീഷൻ സ്ട്രാറ്റജി നിങ്ങളുടെ ഉള്ളിൽ തയ്യാറാക്കുക, റെഡി ആയിരിക്കുക. ബിക്കോസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, കസാക് ബെഞ്ചാലി. ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യാൻ മറക്കരുത്, കസാക് ബെഞ്ചാലി. യു ക്യാൻ കണക്ട് മീ ഓൾ സോഷ്യൽ മീഡിയാസ്. അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോസും എല്ലാം ഉണ്ട്. എല്ലാം കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന പേരിൽ ലഭ്യമാണ്. നിങ്ങളുടെ സ്റ്റാഫിന് ഈ ഒരു കൊറോണ പീരീഡിന് ശേഷം ഹൈലി മോട്ടിവേഷനും അവരുടെ മൈൻഡ് സെറ്റ് ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ please contact us. We are specialized on giving corporate training and entrepreneurial training. We have a specialized program called for entrepreneurs called Business Boom. It's a 1-year entrepreneurial program. In that program, we will teach you how to overcome all kind of challenges and how to run your business during this crisis period. Thank you so much. This is me, Casac Benjali. Please log into www.benjali.com.